അവിടെ വെച്ചിപ്പോൾ കുറച്ച് മുമ്പ് ഒരു ഗട്ടർ ഉണ്ടായിരുന്നു ആ പോണ വഴിക്ക്, കടയിരിപ്പിലേക്ക് പോണ വഴിക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ. അപ്പോൾ ഗട്ടർ ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ സൈഡിലേക്ക് ഒരു വണ്ടിക്കാരൻ കൂടെ എടുത്തുകൊണ്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഗട്ടർ ചെറിയൊരു ഗട്ടറാണ്. പുള്ളിക്ക് ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ടയറ് അപ്പം ലെഫ്റ്റ് സൈഡിലെ ടയർ ഗട്ടറിൻ്റെ അപ്പുറം സൈഡിലേക്ക് ഗട്ടർ വണ്ടിയുടെ സെൻറ്ററുമായിട്ട് പൊക്കോളും. അതിന് പകരം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും, നമ്മളെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വരും. ഇങ്ങനെയാണ് ആക്സിഡൻസ് വരുത്തുന്നത് ആളുകൾ. ഒരു ഗട്ടർ ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന പരിപാടികളാണ്. ഇപ്പം നാളൊരു ആക്സിഡൻറ്റ് നമ്മുടെ റിലേറ്റീവായിട്ടുള്ളൊരു മുറുമറ്റത്തിൽ ഫാമിലിയിൽപ്പെട്ട ഒരാൾ, പുള്ളി മറ്റേ പമ്പക്കട പുള്ളി പെരുന്നാളിനെ കാണാറുണ്ട്. നമ്മുടെ എല്ലാ ഇത് ഈ മുറുമറ്റം കുടുംബയോഗത്തിൽ പല പോസ്റ്റിലും പുള്ളി വരാറില്ല ആളാണ്. പുള്ളി സാധാരണ പോലീസുകാരനായിട്ട് കേരള പോലീസിൽ ചേർന്ന് SI ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് 1-2 വർഷമായി തോന്നുന്നു. ഇപ്പോൾ പുള്ളി സ്വന്തമായിട്ട് എന്തോ ബിസിനസ്സോ എന്തോ ചെറിയ മൂന്നാറിൽ പരിപാടിയൊക്കെ ചെയ്ത് പുള്ളിയുടെ വൈഫിനെ സ്ഥലം കണ്ട് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഏതാണ്ടൊക്കെ പണിത് അതിൻ്റെ ഒക്കെ ഒരു പരിപാടികളൊക്കെ ആയിട്ട് നടക്കുക. വൈഫിന് ഏതാണ്ട് അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു ഹോം സ്റ്റേ പോലെ ഏതാണ്ട് പരിപാടി, റിസോർട്ടല്ല, ചെറിയൊരു ഇതുപോലെ എന്തോ ചെയ്ത് അതിൻ്റെ ഒക്കെ ചെറിയ പരിപാടികളായിട്ട് പുള്ളി നടക്കുക. പുള്ളി ഇവിടെ സ്ഥലം ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. ഓടിച്ചപ്പോൾ പുള്ളി ഒരു ലോറീനെ കണ്ട് ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു. ഞാൻ വിചാരിച്ചു ഈ പുള്ളി ലോറിയുടെ പുറയിലിടിക്കുകയല്ലേ ചെയ്തത്. ഒരു ലോറിനെ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഓപ്പോസിറ്റ് ലോറി വന്ന് ആ ലോറിയായിട്ട് ഇടിക്കുക ചെയ്തത്. ആ മിസ്റ്റേക്ക് പലർക്കും സംഭവിക്കാറുണ്ട്. കാരണം നമ്മളൊരു കാൽക്കുലേഷനിൽ ചിലപ്പോൾ ഈ ഫ്രണ്ടിൽ പോണ ലോറിയുടെ സ്പീഡ്, ഓപ്പോസിറ്റ് വരുന്ന ലോറിയുടെ സ്പീഡ്, ഇതൊക്കെ ജഡ്ജ് ചെയ്യുന്നതിൽ പലപ്പോഴും പരാജയപ്പെടും. കാരണം ഈ ഫ്രണ്ടിൽ പോണ ലോറി വേണമെങ്കിൽ ഈ KSRTC ബസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവനൊന്ന് മൂപ്പിച്ച് മുമ്പോട്ട് എടുക്കും. മനസ്സിലായി? അതൊക്കെ പോക്കിരിത്തരന്മാർ കാണിക്കുന്നത് മുഴുവൻ. കാരണം അവന് കാണാൻ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരികയാണ്, ഓവർടേക്ക് ചെയ്ത് തന്നെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കില്ല. അവൻ നിരച്ചിട്ട് മൂപ്പിൽ. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്പീഡ് ഓവറാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിടിക്കും. ഈ ലോറിയും പുള്ളി ഓടിച്ച കാറും ഓട് കാറാണെന്ന് പറഞ്ഞു. എന്നിട്ടും അത് പുള്ളി മറ്റേ സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ട് പാരലൈസായി എന്നാണ് ഞാൻ കേട്ടത്. സ്പൈനൽ കോഡ് ഇഞ്ചറി സിവിയർ ഇഞ്ചറി ആണെന്ന് പറഞ്ഞത്. അത് കാറിൻ്റെ ഉള്ളിലിരുന്ന ആൾക്ക്. സാധാരണ ബൈക്കിലൊക്കെ ആളുകൾ വീഴുമ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചറി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഉണ്ടാവാറുണ്ടെന്ന്. പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചറിക്ക് ഭയങ്കര ചാൻസ് ഉണ്ട്. ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ 2 വീലറിൽ പോകാം. പക്ഷേ കാറിൽ നമ്മൾ കുറച്ചിങ്ങനെ സേഫർ എൻവയറമെൻറ്റിലായിരിക്കണം. അപ്പോൾ അത്രയും ചാൻസ് കുറവ്. പക്ഷേ ഇത് ലോറിയായിട്ട് ഹെഡ് ഓൺ കൊളീഷനാണ്. ഈ മിസ്റ്റേക്ക് പുള്ളി വരുത്തിയ മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റാറുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ നല്ല റോഡിൽ ഒരു ലോറിയോ ബസ്സോ എന്തെങ്കിലും കാണും, നമ്മൾ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ജഡ്ജ് ചെയ്തിട്ടുണ്ടാകും. ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ സ്പീഡ്, ഓപ്പോസിറ്റ് വന്ന വണ്ടിയുടെ സ്പീഡ്, ഇതൊക്കെ ജഡ്ജ് ചെയ്താണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ ചിലപ്പോൾ കാൽക്കുലേഷനിൽ എറർ വരാം. കാരണം ഫ്രണ്ടിലിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിൽ പോണ ലോറി പെട്ടെന്ന് സ്പീഡ് മുമ്പോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വീണ്ടും ലേറ്റ് ആവും. നമ്മളിങ്ങനെ പോകുന്നു, പെട്ടെന്ന് ഫ്രണ്ടിൽ പോണ വണ്ടി ഇച്ചിരി സ്പീഡാണ് കൂട്ടി, അവൻ 40 കിലോമീറ്റർ സ്പീഡിൽ പോകണമെങ്കിൽ ചിലപ്പോൾ 60 കിലോമീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ടൈം കൂടുതലെടുക്കും. അതുപോലെ ഓപ്പോസിറ്റ് വന്നവൻ ചിലപ്പോൾ 50 കിലോമീറ്ററിൽ പോകണമെങ്കിൽ ചിലപ്പോൾ 70-80 സ്പീഡിലേക്ക് കൂട്ടിക്കഴിഞ്ഞാലും നമ്മൾ എറർ ഇൻ ജഡ്ജ്മെൻറ്റ് പറ്റും. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ എറർ ഇൻ ജഡ്ജ്മെൻറ്റിനൊരു ഭയങ്കര ചാൻസ് ഉണ്ട്. ഈ പുള്ളിക്ക് പറ്റിയത് അതാണ്, എറർ ഇൻ ജഡ്ജ്മെൻറ്റാണ് പറ്റിയത്. പുള്ളി വിചാരിച്ചു അവിടെ സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി ഓവർടേക്ക് ചെയ്ത് കയറിയപ്പം ഓപ്പോസിറ്റ് വന്ന ലോറിയായിട്ട് ഹെഡ് ഓൺ കൊളീഷനായിരുന്നതാണ്. ഹെഡ് ഓൺ കൊളീഷൻ പറ്റിയിട്ട് മറ്റേ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. കാരണം പഴയ മോഡൽ കാറാന്ന് പറഞ്ഞത്, ഫോർഡിൻ്റെ പഴയ മോഡൽ കാറാണെന്ന് പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നത് 2013-14 ഏതാണ്ട് കാർ. സീറ്റ് ബെൽറ്റ് അതിനുണ്ടായിരുന്നില്ലായിരുന്നു പറഞ്ഞു. അല്ല, സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു, മറ്റേ
ഈ എയർ ബാഗ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിനുശേഷമാണ് എയർ ബാഗ്സൊക്കെ കാറുകളിൽ വന്നു തുടങ്ങിയത്. സീറ്റ് ബെൽറ്റ് കുരുങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. പുള്ളീനെ ഇത് കഴുത്തിൽ ചുറ്റുമോ ഉണ്ടായി എന്ന് പറഞ്ഞു. എന്തോ പ്രശ്നം ഉണ്ടായി സീറ്റ് ബെൽറ്റിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ സീറ്റ് ബെൽറ്റ് കുരുങ്ങിയാണോ എങ്ങനെയാണോ എന്തോ പുള്ളി സീറ്റ് ബെൽറ്റ് പിടിച്ച് എങ്ങനെയോ ആ ഇടിയിൽ പുള്ളി ഫ്രണ്ടിൽ കാറ് ആയിട്ട് ഇടിച്ചിട്ട് കാറ് തിരിഞ്ഞ് വന്നിട്ട് ബാക്ക് സൈഡിലും വേറെ ഏതോ വണ്ടിയായിട്ട് ഇരിക്കുകയോ. അതിന് ബാക്കിയുടെ ഫ്രണ്ട് ഓപ്പോസിറ്റ് വന്ന വണ്ടിയായിട്ടാണ് ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഫ്രണ്ട് ഇടിച്ചത്. മറ്റത് ഹെഡ് ഓൺ കൊളീഷനായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വണ്ടി തിരിഞ്ഞ് വന്നപ്പോൾ ഇതിന് ബാക്ക് സൈഡിലാണ് വേറെ ഏതോ സൈഡിലും ഇടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോൾ സൈഡിൽ കൂടെ പോയ വണ്ടിയായിട്ടാണ് ഇടിച്ചതെന്നറിയില്ല. ഈ ഡ്രൈവിങ്ങിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കാൽക്കുലേഷൻ പോലെ എല്ലാ സ്ഥലത്തും ഓവർടേക്കിങ് ചെയ്യാൻ നേരത്തൊന്നും നടക്കില്ല. കാരണം ഓവർടേക്കിങ് ചെയ്യാൻ നേരത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു എറർ ഇൻ ജഡ്ജ്മെൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ എററും ജഡ്ജ്മെൻറ്റ് എപ്പോൾ വേണേലും പറ്റാം നമ്മൾ ഈ ഓവർടേക്കിങ്ങിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടീനെ അങ്ങ് ഓവർടേക്ക് ചെയ്യണു, നമ്മൾ വിചാരിക്കും അവൻ 40 കിലോമീറ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ചിലപ്പോൾ അവൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അവൻ ചിലപ്പോൾ ബാക്കിനെ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നില്ല. അവൻ ചിലപ്പോൾ 40 അവൻ സ്ട്രെയിറ്റ് റോഡ് കണ്ടപ്പോൾ അവൻ ചിലപ്പോൾ പെട്ടെന്ന് 40 60 കൂട്ടാം ഫ്രണ്ടിൽ കൂടെ പോണേ. ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും 40 ആണ് അവൻ 40 കിലോമീറ്റർ സ്പീഡിലാണ് അവനെ കുഴപ്പമില്ല ഓവർടേക്ക് ചെയ്ത് പോകാൻ സ്പേസ് കിട്ടുന്നത്. ചിലപ്പോൾ അവൻ സ്ട്രെയിറ്റ് റോഡ് കാണുമ്പോൾ അവനും സ്പീഡ് കൂട്ടി അവനത് 60 70 അവൻ ഹൈ സ്പീഡ് അല്ലെങ്കിൽ 80 കിലോമീറ്ററിലേക്ക് സ്പീഡിലേക്ക് വരാം. ലോറി 80 ഓടിക്കാമെന്ന്. പക്ഷേ ഇവിടെ മിക്ക ലോറികൾക്കും സ്പീഡ് കൗണ്ടറൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. സ്പീഡ് കൗണ്ടറിൽ കമ്പൽസറി ആണെന്ന് പറഞ്ഞു എല്ലാ ലോറിയിലും. അബവ് 70 ഓടിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു. ബസ്സിൽ ലോറി ഇവിടെ കമ്പൽസറി സ്പീഡ് കൗണ്ടർ ഓടി ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. ഇന്ത്യയിൽ 80 കിലോമീറ്റർ മേലെ സ്പീഡിൽ വിടാൻ പറ്റില്ല അതുകൊണ്ട്. പക്ഷേ ഇത് എത്ര ലോറിയിൽ എത്ര ഇതിലും ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് എറർ ഇൻ ജഡ്ജ്മെൻറ്റ് പറ്റി ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടായി. ആളിപ്പോൾ പോലീസുകാരനായിരുന്നു. അതെന്ന് പറഞ്ഞാൽ പുള്ളി എങ്ങനെ വന്നാലും പോലീസുകാരനായിട്ട് വന്ന് SI ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ ട്രാഫിക് പോലീസ് അടക്കം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസായിട്ടും SI ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി കൃത്യമായ ഗ്രാഹ്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ എന്നെപ്പോലെ പോരെന്ന് പറഞ്ഞാൽ അത്രയും ഗ്രാഹ്യമില്ല പുള്ളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോലീസിൽ ഇത്രയും വർഷം 10 30 25 വർഷം പോലീസിൽ വർക്ക് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് ഈ ആക്സിഡൻറ്റ് പിന്നെ എത്രയോ FIR പുള്ളി എഴുതിയിട്ടുണ്ട്. എത്രയോ ആക്സിഡൻറ്റ് കേസിൽ FIR എഴുതിയിട്ടുണ്ടാവും. സാധാരണ പോലീസുകാരനായിട്ടും SI ആയിട്ടും ഒക്കെ എല്ലാത്തിലും അത് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വളരെ ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയാണ്. 10 25 30 കൊല്ലം കേരള പോലീസിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വളരെ ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും എറർ ഇൻ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. പുള്ളിയുടെ മിസ്റ്റേക്കാണോ ലോറി വന്ന് എങ്ങനെയാണ് മിസ്റ്റേക്കാരനെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എങ്ങനെയായാലും ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടായത്. ആള് ഇതായി പാരലൈസ്ഡായി എന്നാണ് കേട്ടെ. പാരലൈസ്ഡായി ICUയിലും മറ്റേ ഇതിലൊക്കെ ആയിട്ടാ. കോലിഞ്ചേരിയിലെ ന്യൂറോയുടെ MOS ഹോസ്പിറ്റലിലും ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലാണ്. ന്യൂറോ ഇവിടെ ഒരുമാതിരി സ്ട്രോങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ പണ്ട് പോലെ സ്ട്രോങ് ആണ്. കോലിഞ്ചേരിയിലെ ന്യൂറോ എനിക്ക് തോന്നുന്നു ഒരു 80s മുതലേ സ്ട്രോങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ഏതാണ്ട് ന്യൂറോയുടെ സ്കാനിങ് മെഷീൻ ഇവിടെ എങ്ങനെ വന്നതെന്ന് തോന്നുന്നു. അന്ന് ശ്രീധരയിൽ വരുന്നതിന് മുമ്പ് കോലിഞ്ചേരിയിൽ വന്നായിരുന്നു ഈ ന്യൂറോയുടെ സ്കാനിങ് മെഷീനൊക്കെ. കോലിഞ്ചേരിയിൽ